Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി കോർ പേപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് സെമ്മിൻ്റെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എടുക്കുന്നത് സെക്ഷൻ 2.4. ഹു ഈസ് ദ ഹീറോ ഓഫ് ദ ഇലിയഡ്? ആരാണ് ഇലിയഡിലെ ഹീറോ? ഹെക്ടർ ആണോ അതോ അക്വിലിസ് ആണോ എന്നുള്ളതാണ്. ദിസ് ഈസ് എ സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് ദ ഇലിയഡ് ആസ് ടു ഹു ലേസ് ക്ലൈം ടു ദ സ്റ്റാറ്റസ് ഓഫ് എ ഹീറോ, അക്വിലിസ് ഓർ ഹെക്ടർ. അതായത് ഇലിയഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻട്രൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഹീറോ ആയിട്ട് ക്ലെയിം ചെയ്യുന്നത്? അക്വിലിസ് ആണോ അതല്ല ഹെക്ടർ ആണോ? Both have their unique place in their respective kingdoms. രണ്ടുപേർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യങ്ങളിൽ രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. But in their attitude towards war, in their display of loyalty to their masters, in their strong bonding with their families, one detects a fairly large degree of unlikeness. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ കാണും. ഹെക്ടറും അതുപോലെ തന്നെ അക്വിലിസും തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വാർ, യുദ്ധത്തോടുള്ള രണ്ടുപേരുടെയും സമീപനം. ഒരാൾ യുദ്ധത്തെ വളരെയധികം താല്പര്യപ്പെടുന്ന സ്നേഹിക്കുന്ന ആളാണ്, അതായത് അക്വിലിസ്. അതായത് തൻ്റെ അഭിമാനത്തിനും അതുപോലെ തന്നെ തൻ്റെ പ്രശസ്തി നിലനിർത്തുന്നതിനുമെല്ലാം യുദ്ധം ആവശ്യമാണെന്നാണ് ആരുടെ പക്ഷം? അക്വിലിസിന്റെ. എന്നാൽ തൻ്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നതിലാണ് ഹെക്ടറിന് താല്പര്യം. ഈ രണ്ടാമത്തെ കാര്യം, ഇൻ ദയർ ലോയൽറ്റി, ഇൻ ദയർ ഡിസ്പ്ലേ ഓഫ് ലോയൽറ്റി ടു ദയർ മാസ്റ്റേഴ്സ്. അതായത് യജമാനൻ അല്ലെങ്കിൽ രാജാവിനോടുള്ള രണ്ടുപേരുടെയും കൂറ്. ഈ കാര്യത്തിലും രണ്ടുപേരും വ്യത്യസ്തരാണ്. തൻ്റെ യജമാനനോട്, മാസ്റ്ററോട്, രാജാവിനോട് വളരെയധികം കൂറ് കാണിക്കുന്ന ആളാണ് ഹെക്ടർ. രാജ്യത്തിനും അതുപോലെ തന്നെ രാജാവിനും വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്ന ആളാണ് ഹെക്ടർ. എന്നാൽ അക്വിലിസ് അങ്ങനെയല്ല. തൻ്റെ പക വീട്ടാൻ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ഗ്ലോറി, അതിനുവേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്ന ആളാണ് അക്വിലിസ്. സ്ട്രോങ് ബോണ്ടിങ് വിത്ത് ദെയർ ഫാമിലീസ്, അതുപോലെ തന്നെ കുടുംബത്തോടുള്ള ശക്തമായിട്ടുള്ള ബന്ധം. അപ്പൊ ഇത് നോക്കുകയാണെങ്കിലും ഒരു ഫാമിലി മാൻ ആണ് ആര്? ഹെക്ടർ. അയാൾക്ക് അയാളുടെ ഭാര്യയോടും അതുപോലെ തന്നെ മകനോടും വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈവൻ വെൻ ഹെക്ടർ is furious about his brother Paris' abduction of Helen, he casts aside his anger and enters the battlefield to save Trojans from the onslaught of Greeks. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത്, തൻ്റെ സഹോദരനായിട്ടുള്ള പാരീസ് അയാൾ ചെയ്ത, അതായത് ഹെലനെ അബ്ഡക്റ്റ് ചെയ്തു, തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴും തൻ്റെ രാജ്യത്തെ ട്രോജൻസിന്റെ അവസ്ഥ മനസ്സിലാക്കി ട്രോജൻസിനെ ഗ്രീക്കുകാർ തേജോവധം ചെയ്യുന്നത് അതിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ തൻ്റെ വിദ്വേഷവും പകയും ദേഷ്യവും എല്ലാം മാറ്റിവെച്ച് ഹെക്ടർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഹെക്ടർ ഷോസ് ദാറ്റ് ഹി ക്യാൻ കൺട്രോൾ ആൻഡ് ഓവർകം ഹിസ് ഹോണസ്റ്റ് ഫീലിംഗ്സ് അബൌട്ട് ദി റോങ് ഡീഡ് ഓഫ് ഹിസ് ബ്രദർ in the larger interest of saving the honor of his countrymen. തൻ്റെ രാജ്യത്തെ ആളുകളുടെ ഹോണർ, അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ട സാഹചര്യത്തിൽ തൻ്റെ പകയും വിദ്വേഷവും എല്ലാം തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഹെക്ടർ കാണിക്കുന്നുണ്ട്. അതായത് തൻ്റെ പകയും വിദ്വേഷവും എല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനു വേണ്ടി ഹെക്ടർ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നു. In contrast, Achilles is full of revengeful anger, initially against Agamemnon and later against Hector for killing his friend Patroclus. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഇതിന് വിഭിന്നമാണ് ആരുടെ കാര്യം? അക്വിലസിന്റെ കാര്യം.
അയാളുടെ മനസ്സിലെല്ലാം വിദ്വേഷവും പകയും നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് അഗമെമ്നോനോടാണ് പകയുണ്ടായിരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചിരുന്ന വാർ ഡ്യൂട്ടി അയാൾ ക്ലെയിം ചെയ്തതിൽ. എന്നാൽ പിന്നീട് അയാൾക്ക് ശക്തമായ പക തന്റെ ആത്മസുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസിനെ കൊല ചെയ്ത ഹെക്ടറിനോടാണ് അയാൾക്ക് പക. റേജ് characterizes every action of Achilles. Thus, Hector emerges as a civilized hero. നമുക്ക് അക്കിലിസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് പക കാണാം. അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പകയാണ്. എന്നാൽ ഹെക്ടർ വരുന്നത് ഒരു സിവിലൈസ്ഡ് ഹീറോ ആയിട്ടാണ്. സംസ്കാര സമ്പന്നനായിട്ടുള്ള നല്ല ഒരു ഹീറോ ആയിട്ടാണ് ഹെക്ടർ വരുന്നത്. എന്നാൽ അക്കിലിസ് അങ്ങനെയല്ല. സീംസ് ടു ബി പേഴ്സോണിഫിക്കേഷൻ ഓഫ് പ്രിമിറ്റീവ് ബ്രൂട്ടാലിറ്റി, പ്രൈഡ്, വിൻഡിക്റ്റീവ്നെസ് ആൻഡ് റാത്ത്. പകയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് പ്രിമിറ്റീവ് ബ്രൂട്ടാലിറ്റി, വളരെ അപരിഷ്കൃതമായിട്ടുള്ള ക്രൂരതയുടെ പര്യായമായിട്ട് വ്യക്തിരൂപമായിട്ടാണ് ആര് വരുന്നത്? അക്കിലിസ് വരുന്നത്. ഫോർ ഹെക്ടർ, ഇനി ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വാറിനോടുള്ള സമീപനം എന്താണ്? അപ്രോച്ച് എന്താണ്? ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം war is a necessary evil and he is aware of his defeat at the end. യുദ്ധത്തെ അയാൾ ഒരു ഡെവിൾ പിശാചായിട്ട് അല്ലെങ്കിൽ പൈശാചികമായിട്ടാണ് യുദ്ധത്തെ കാണുന്നത്. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഫീറ്റ്, അദ്ദേഹത്തിന്റെ പരാജയത്തെ കുറിച്ച് ഹെക്ടർ ഈസ് അവയർ, വളരെ ബോധവാനാണ്. Being forced into the war, he has no option but to fight valiantly and bravely. പക്ഷെ അയാൾ യുദ്ധത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഹെക്ടർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, യുദ്ധത്തിൽ ഇറങ്ങാൻ നിർബന്ധിതനായതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ ഹെക്ടർ എന്ത് ചെയ്യുന്നു? ഫൈറ്റ് വാലിയന്റ്ലി ആൻഡ് ബ്രേവ്ലി, വളരെ ധീരതയോടും വളരെ ശക്തമായിട്ടും വളരെ ധൈര്യത്തോടെയും അയാൾ ഫൈറ്റ് ചെയ്യുന്നു. അയാളുടെ മുന്നിൽ there is no option, മറ്റൊരു വഴികളില്ല. എന്നാൽ അക്കിലിസ് അങ്ങനെയല്ല. ഓൺ ദ അതർ ഹാൻഡ് അക്കിലിസ്, മറുവശത്ത് അക്കിലിസ് അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? lives and sways by war and violence as he sees, and the means to preserve his dignity and pride and earn personal and everlasting glory. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യുദ്ധത്തിന് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. വാർ ആൻഡ് വയലൻസ്, ഇത് രണ്ടിനും, യുദ്ധത്തിനും അക്രമത്തിനും വേണ്ടി അല്ലെങ്കിൽ വയലൻസിനും വേണ്ടി ജീവിക്കുന്ന ആളാണ് അക്കിലിസ്. മാത്രമല്ല അയാൾ യുദ്ധത്തെ കാണുന്നത് മീൻസ് ടു പ്രിസർവ് ഹിസ് ഡിഗ്നിറ്റി, തൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിനുള്ള വഴിയാണ്. തൻ്റെ അഭിമാനം അല്ലെങ്കിൽ തൻ്റെ ആഭിജാത്യം, അല്ലെ, തൻ്റെ പവർ അത് കാണിക്കുന്നതിനുള്ള മാർഗമായിട്ട് പ്രൈഡ് ആൻഡ് ഏൺ പേഴ്സണൽ ആൻഡ് എവർലാസ്റ്റിംഗ് ഗ്ലോറി. തനിക്ക് എന്ത് വേണം? മഹത്വം വേണം. തനിക്ക് ഇടക്കിടക്ക് തൻ്റെ മഹത്വം കുറയുമ്പോൾ ആ മഹത്വം ഒന്നിങ്ങനെ പുതുക്കണം. അതിനുള്ളൊരു മാർഗമായിട്ട് യുദ്ധം ചെയ്യുക, യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുക? പേഴ്സണൽ ഗ്ലോറി ഓർ എവർലാസ്റ്റിംഗ് ഗ്ലോറി. എവർലാസ്റ്റിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ താൻ മരിച്ചു കഴിഞ്ഞാലും എന്നും എന്ത് ചെയ്യണം? ഫേമസ് ആയിട്ട് തന്നെ നിലനിൽക്കണം. അതിനുള്ളൊരു മാർഗമായിട്ട്, ഒരു വഴിയായിട്ടാണ് അക്കിലിസ് യുദ്ധത്തെ കാണുന്നത്. അപ്പൊ അക്കിലിസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് ആവശ്യമാണ്. എന്നാൽ ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് അനാവശ്യമാണ്. ഹെക്ടേഴ്സ് അപ്രോച്ച് ഈസ് ആൾട്രൂയിസ്റ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക്. അതായത് സഹാനുകമ്പയുള്ള ആള്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ആളും ഹ്യൂമനിസ്റ്റിക്, മനുഷ്യത്വ സ്വഭാവമുള്ളവനുമാണ് ഹെക്ടർ. അക്കിലിസ് ഈസ് സെൽഫ് സെൻറ്റേർഡ് ഈസ് ടുവാർഡ്സ് ഹിസ് ഫ്രണ്ട്. എന്നാൽ അക്കിലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാള് സെൽഫ് സെൻറ്റേർഡ് ആണ്. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം, അയാളുടെ ഗ്ലോറി,
അയാളുടെ പ്രശസ്തി, അയാളുടെ പ്രൈഡ്, ഇതിനെല്ലാം വേണ്ടിയാണ് അയാൾ യുദ്ധം ചെയ്യുന്നത്. മാത്രമല്ല സാവേജ്ലി ഇൻഹ്യൂമൻ, വളരെ നിഷ്ക്രൂരമായിട്ട് മനുഷ്യത്വരഹിതനാണ്. യാതൊരുവിധ മാനുഷിക പരിഗണനയുമില്ലാത്ത ഒരു സാവേജ്, ഒരു അപരിഷ്കൃതൻ, ഒരു ബ്രൂട്ടലായിട്ടുള്ള മനുഷ്യനാണ് അക്വിലിസ്. എന്നാൽ ഹെക്ടേഴ്സ് ലോയൽറ്റി ഈസ് ടുവാർഡ്സ് ഹിസ് പീപ്പിൾ, അക്വിലിസ് ലോയൽറ്റി ടുവേർഡ്സ് ഹിസ് ഫ്രണ്ട്. വിശ്വാസതയുടെ കാര്യത്തിൽ അക്വിലിസിന്റെ ലോയൽറ്റി എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട തന്റെ സുഹൃത്തിനോടാണ്. എന്നാൽ ഹെക്ടറിന്റെ ലോയൽറ്റി എന്ന് പറയുന്നത് തന്റെ രാജ്യത്തോടും രാജ്യത്തിലെ ജനങ്ങളോടും രാജാവിനോടുമാണ് ഹെക്ടറിന്റെ ലോയൽറ്റി. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹെക്ടർ ഈസ് നോബിളി ആൻഡ് സെൽഫ്ലെസ്ലി ഹീറോയിക്. അതായത് ഒട്ടും സെൽഫിഷ് അല്ലാത്ത, വളരെ ഉദാത്തമായ, മാതൃകയായിട്ടുള്ള ഒരു ഹീറോ ആണ് ആര്? ഹെക്ടർ. ദ ലോയൽറ്റി, integrity and love that Hector displays gives him an urge over Achilles to be the hero of the Iliad. അതായത് ഹെക്ടർ ഡിസ്പ്ലേ ചെയ്യുന്ന ഹെക്ടറുടെ സ്നേഹം, അയാളുടെ ലോയൽറ്റി, അയാളുടെ ഇന്റഗ്രിറ്റി, ഇതെല്ലാം ഒരു ഹീറോ എന്ന നിലയ്ക്ക്, ഇലിയഡിലെ ഹീറോ എന്ന നിലയ്ക്ക് ഹെക്ടറിനെ അക്വിലിസിനേക്കാൾ ഒരുപടി മുന്നിലാക്കുന്നുണ്ട്. But it is here one has to judge not by the humanistic values of our times. നമ്മൾ ഈ രണ്ടുപേരെയും നമ്മളുടെ കാലഘട്ടത്തിലെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടുപേരെയും വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം സംഭവിക്കും. നമ്മൾ ഹെക്ടറിനെയും അതുപോലെ തന്നെ അക്വിലിസിനെയും വിലയിരുത്തേണ്ടത് നോട്ട് ബൈ ദ ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് ഓഫ് അവർ ടൈംസ്, നമ്മളുടെ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന 2024 ഈ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ വെച്ചല്ല വിലയിരുത്തേണ്ടത്. ബട്ട് ബൈ ദ വാല്യൂസ് ഓഫ് ദി ഹോമറിക് വേൾഡ്. ഹോമറിന്റെ കാലഘട്ടം. കാരണം ഇവർ രണ്ടുപേരും ജീവിച്ചത് നമ്മളുടെ കാലഘട്ടത്തിലല്ല. രണ്ടുപേരും ഹോമറിക് വേൾഡിലെ ഹീറോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാലഘട്ടത്തിലെ മൂല്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഇവരെ നമ്മൾ വിലയിരുത്തേണ്ടത് ആ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ വെച്ചാണ്. മാത്രമല്ല ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ടു ഫൈറ്റ് ആൻഡ് വിൻ ഗ്ലോറി വാസ് ദ ഹൈയസ്റ്റ് ഗോൾ ഓഫ് എ വാരിയർ. ഒരു വാരിയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിജയം കരസ്ഥമാക്കുക. അതായത് മരണത്തെ ഭയപ്പെടാതെ യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ എന്ത് ചെയ്യുക? വിജയിക്കുക, ഗ്ലോറി സ്വന്തമാക്കുക. ടു ഫൈറ്റ് ആൻഡ് വിൻ ഗ്ലോറി വാസ് ദ ഹൈയസ്റ്റ് ഗോൾ ഓഫ് എ വാരിയർ ഇൻ ദ ടൈം ഓഫ് ഹോമർ. ലെറ്റ് us see what the heroic attributes of those days were. ആ ഒരു കാലഘട്ടം, ഹോമറിക് കാലഘട്ടത്തിലെ ഹീറോയിക് ആട്രിബ്യൂട്ട്, ഒരു ഹീറോക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇവിടെ ഏതാനും ഗുണങ്ങൾ പറയുന്നുണ്ട്. According to Col de Lemme, they were among other things. കോൾ ഡെ ലെമ്മയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഗുണങ്ങളാണ് ഒരു ഹോമറിക് ഹീറോക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ചോദിക്കാം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, എക്സാമിന് വരാം. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഹോണർ, റെസ്പെക്ട് ഫോർ ദ ഡെഡ്, ബാറ്റിൽ ആൻഡ് ബ്രേവറി, ഡിവോഷൻ ടു കിങ് ഓർ ദ ലീഡർ, ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഒപ്പീനിയൻസ് കൺസേൺ എറ്റേണൽ ഗ്ലോറി ആൻഡ് ഷോർട്ട് ലൈഫ് വേഴ്സസ് നോ എറ്റേണൽ ഗ്ലോറി ആൻഡ് എ ലോങ് ഹാപ്പി ലൈഫ്. ഈ രണ്ട് വസ്തുതകളോടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഹീറോയുടെ കാഴ്ചപ്പാട്. ഒന്നാമത് പറയുന്നത് എറ്റേണൽ ഗ്ലോറിയും ഷോർട്ട് ലൈഫും, അതായത് പ്രശസ്തി വേണം എന്നാൽ ഷോർട്ട് ലൈഫ്, കുറച്ചു കാലം ജീവിക്കുക, ഫേമസ് ആവുക. രണ്ടാമത്തേത് ഒരുപാട് നാൾ ജീവിക്കുക, ഫേമസ് അല്ലാതിരിക്കുക, നോ ഗ്ലോറി, ലോങ് ലൈഫ്. രണ്ടാമത്തേത് ഗ്ലോറി വിത്ത് ഷോർട്ട് ലൈഫ്, ഗ്ലോറി വിത്ത് ഷോർട്ട് ലൈഫും ലോങ് ലൈഫ് വിത്തൗട്ട് ഗ്ലോറി. ഇതിനോടുള്ള ലോങ് ഹാപ്പി ലൈഫ്, ബട്ട് എന്തില്ല? ഗ്ലോറി ഇല്ല. ഇവയോടുള്ള രണ്ടുപേരുടെയും സമീപനങ്ങൾ. ഇത് നോക്കൂ, അക്വിലിസ്. നമുക്ക് ഇവർക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കും
രണ്ട് കാര്യങ്ങളിലും രണ്ടുപേരുടെയും സമീപനങ്ങൾ നോക്കാം. ഇതില് അക്വിലിസിന് താല്പര്യം ആദ്യം പറഞ്ഞതിനോടാണോ രണ്ടാമത് പറഞ്ഞതിനോടാണോ? ഹെക്ടറിന്റെ താല്പര്യം ഏതിനോടാണ്? അപ്പൊ നമുക്കറിയാം അക്വിലിസിന്റെ താല്പര്യം എന്ന് പറയുന്നത് ആരാണ്? അക്വിലിസ്, ദ അൺറൈവൽഡ് ഹോമറിക് ഹീറോ എക്സംപ്ലിഫൈസ് ദ ഫസ്റ്റ്. ഇതിൽ ആദ്യത്തെ ഉദാത്തവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തേതിന് മാതൃകയാണ് ആര്? അക്വിലിസ്. അതായത് ഷോർട്ട് ലൈഫ് വിത്ത് ഗ്ലോറി. അതായത് തനിക്ക് വേണ്ടത് ഗ്ലോറിയാണ്, ജീവിതമല്ല. ഷോർട്ട് ലൈഫ്, കുറച്ചു കാലം ജീവിക്കുക, അതിൽ താൻ ഫേമസ് ആവുക. ഇതാണ് ആർക്ക് വേണ്ടത്? അക്വിലിസ്. While Hector, the brave man with great love and concern for his family, is for a moment confounded by the latter. എന്നാൽ രണ്ടാമത്തിലേക്ക് താഴുന്ന ആളാണ് ആര്? ഫാമിലി ആഗ്രഹിക്കുന്ന, ഫാമിലി ജീവിതം താല്പര്യപ്പെടുന്ന ഹെക്ടർ. ഹെക്ടറിന് താല്പര്യം കുറെ കാലം ജീവിക്കണം. ആരോട്? ഭാര്യയോടും മക്കളോടും ഒപ്പം. എന്നാൽ അയാൾ എന്താ ആഗ്രഹിക്കുന്നില്ല? വളരെ ഫേമസ്, വളരെ പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല. അക്വിലിസിനെ പോലെ കുറച്ചു കാലം ജീവിക്കുക, അത് എത്ര കുറച്ചാലും കുഴപ്പമില്ല. എന്ത് വേണം? ഫേമസ്, ഗ്ലോറി വേണം. Now let us discuss above mentioned heroic attributes of the Homeric world. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോമറിക് വേൾഡിന്റെ ഹീറോയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. ഹോമറിക് കാലഘട്ടത്തില് ഹീറോസിന് എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, എന്തെല്ലാം സവിശേഷതകളാണ് ഹോമറിന്റെ കാലഘട്ടത്തിലെ ഹീറോക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഹീറോയിക് ആട്രിബ്യൂട്ട്സ്. ഹോണർ ഈസ് എ ഹീറോയിക് ഐഡിയൽ ഓൾ എംബ്രേസിംഗ് ബ്രോഡ് ആൻഡ് കോംപ്രിഹെൻസീവ്. ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടിൽ വരുന്ന ഒരു വസ്തുതയാണ് ഹോണർ എന്നുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ബൃഹത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഹീറോയിക് ഐഡിയൽ, ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക ഹീറോക്ക് ഉണ്ടാവേണ്ടതാണ് ഏത്? ഹോണർ എന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് ബ്രോഡ് ആൻഡ് കോംപ്രിഹെൻസീവ്. ഇത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. എന്താണ് ഹോമറിന്റെ ഹീറോയുടെ ഹോണർ? അപ്പൊ ഇതൊരു ചെറിയൊരു വസ്തുതയല്ല, ഇത് വളരെ ബ്രോഡാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണിത്? It refers to one's reputation, glory, upright character, integrity, dignity and pride. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹോണർ. അപ്പൊ ഹോണർ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ചേരുന്നുണ്ട്? refers to one's reputation, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ, അയാളുടെ അന്തസ്സ്, അതുപോലെ തന്നെ ഗ്ലോറി, പ്രശസ്തി, അപ്രൈറ്റ് ക്യാരക്ടർ, നല്ല സ്വഭാവം, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് എന്ത് പറയുന്നത്? ഹോണർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചേരുന്നതാണ് ഹോണർ. ഇറ്റ് ഈസ് നോട്ട് ഓൾ ഗ്രേറ്റ് ഹീറോസ് ഓഫ് ഹോമർ have all these distinctive attributes, but they adhere to the basic and essential aspects of the concept of honor. പക്ഷെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോമറിക് ഹീറോക്ക് നമ്മൾ ഹോണറിന്റെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് റെപ്യൂട്ടേഷൻ, ഗ്ലോറി, അപ്രൈറ്റ് ക്യാരക്ടർ, ഇന്റഗ്രിറ്റി, ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് ഇണങ്ങിയിരുന്നില്ല. അതായത് ഹോമറിന്റെ എല്ലാ ഹീറോകളിലും ഈ പറയുന്നവയെല്ലാം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഹീറോയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹോണർ ഉണ്ടെന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് അയാൾ എന്താണോ അയാൾ ഫോളോ ചെയ്യേണ്ടത് അതെല്ലാവരിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹോണർ എന്ന് പറയുമ്പോൾ അഡീർ ടു ദ ബേസിക് ആൻഡ് എസെൻഷ്യൽ ആസ്പെക്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോണർ. ഹോണർ എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് എന്തു വേണം? അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം യുദ്ധം ചെയ്യാനുള്ള ധൈര്യം, അല്ലേ? അതിന് വിജയിക്കുക. നേരത്തെ പറഞ്ഞു. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്താണ് യുദ്ധം ചെയ്യാനുള്ളതും അതിൽ വിജയിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ അടിസ്ഥാനപരമായിട്ട് ഹോണർ എന്ന് പറയുമ്പോൾ അതാണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ഹോമറിക് ഹീറോസിനും ഹോണറിന് അടിസ്ഥാനപരമായിട്ട് എന്താണോ വേണ്ടത് ആ അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷത അല്ലെങ്കിൽ ആ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരുന്നു.
ഹെക്ടറിനുണ്ട്. ഹെക്ടർ ഷോസ്, ഹെക്ടറിന് എന്തെല്ലാമാണുള്ളത്? ഹെക്ടർ കാണിക്കുന്നത് uprightness of character when he decided to fight a war that is provoked by an unethical act committed by his brother. തന്റെ ബ്രദറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു മോശമായ പ്രവൃത്തി, അതിന്റെ ഫലമായിട്ടുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിൽ തന്റെ രാജ്യത്തിനു വേണ്ടി ഹെക്ടർ ഇറങ്ങുന്നു എന്നുള്ളത് എന്തിന്റെ തെളിവാണ്? അയാളുടെ നല്ല ക്യാരക്ടർ, അയാളുടെ മനസ്സിൽ രാജ്യസ്നേഹമുണ്ട്, അയാൾക്ക് നല്ല ക്യാരക്ടർ ഉണ്ട്, നല്ല സ്വഭാവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. He is a man devoted to his family, a caring husband, a proud father, a trustworthy son, a loyal citizen, and a honorable soldier. Hector is more a man who loves peaceful family life with his wife and son. Hector വളരെ നല്ല മനുഷ്യനാണ്. ഈസ് എ മാൻ ഡിവോട്ടഡ് ടു ഹിസ് ഫാമിലി, കെയറിംഗ് ഹസ്ബൻഡ്, പ്രൗഡ് ഫാദർ. അഭിമാനിയായിട്ടുള്ള അച്ഛനും കെയറിംഗ് ആയ ഹസ്ബൻഡും കുടുംബത്തോട് കടപ്പാടുള്ളവനും നല്ലൊരു മനുഷ്യനുമാണ് ഹെക്ടർ. മാത്രമല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് വർത്തി സൺ, വിശ്വസ്തനായിട്ടുള്ള മകനാണ്. ആരാണ്? ഹെക്ടറിന്റെ ഫാദർ പ്രിയാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാവുന്ന മകനാണ്, പാരീസിനെ പോലെയല്ല. ലോയൽ സിറ്റിസൺ ആൻഡ് ഹോണറബിൾ സോൾജിയർ, അഭിമാനമുള്ള അന്തസ്സുള്ള സോൾജിയറാണ്, നല്ല പൗരനാണ്. ഹെക്ടർ ഈസ് മോർ എ മാൻ ഹു ലവ്സ് പീസ്ഫുൾ ഫാമിലി ലൈഫ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് സൺ. അതിനെല്ലാം ഉപരിയായിട്ട് തൻ്റെ മകന്റെയും ഭാര്യയുടെയും കൂടെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവനാണ്. Hector is more a man who loves a peaceful family life with his wife and son. His unflinching loyalty and devotion to his king and his country, not rage or revenge, makes him fight unto death. എന്നിട്ടും തൻ്റെ മരണം വരെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അയാൾ തയ്യാറാവുന്നത് രാജ്യത്തോടും രാജാവിനോടുമുള്ള അയാളുടെ അൺഫ്ലിഞ്ചിങ് ലോയൽറ്റി, അതായത് ഒരിക്കലും തകരാത്ത, ഒരിക്കലും ചാഞ്ചാട്ടമില്ലാത്ത അയാളുടെ വിശ്വാസ്യതയും അതുപോലെ തന്നെ ഡിവോഷൻ, അർപ്പണബോധവുമാണ്. ടു ഹിസ് കിങ് ആൻഡ് ഹിസ് കൺട്രി, രാജാവിനോടും രാജ്യത്തോടും. The only reason Hector does not leave the army and living a long life with his wife, ഒരിക്കലും അയാൾ ആ യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോരുകയും സൈന്യത്തെ വിട്ടു പോരുകയും തൻ്റെ ഭാര്യയോടൊപ്പം ഒരു ദീർഘകാലം അയാൾ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരേ ഒരു കാരണം എന്താണ്? ബിക്കോസ് he cannot face the disgrace of leaving Priam and the army in their hour of need and being labeled a coward. അതായത് അടിയന്തിരമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തൻ്റെ സഹായം തൻ്റെ രാജ്യത്തിനും രാജാവായിട്ടുള്ള പ്രിയാം തൻ്റെ അച്ഛനും തൻ്റെ സഹായം ആവശ്യമായിരിക്കുന്ന സമയത്ത്, അവർ ഓഫ് നീഡ്, ആവശ്യമായിരിക്കുന്ന സമയം, ആ സമയത്തിൽ ഒരു ബീരു എന്ന ലാബലിൽ പേരിൽ തന്നെ ബീരു കവാഡ് എന്ന ലാബലിൽ യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോരുന്നതും താൻ അങ്ങനെ മോശമാകുന്നതും തരം താഴുന്നതും തന്നെ ആളുകള് ബീരു എന്ന് വിളിക്കുന്നതും, ബീങ് ലാബൽഡ് എ കവാഡ്, ബീരു എന്ന് വിളിക്കുന്നതും ആർക്കും ഇഷ്ടമല്ല? ഹെക്ടറിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഹെക്ടർ തൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടുമൊപ്പം ജീവിക്കുന്നത്. അത്രയും താല്പര്യപ്പെട്ടിട്ടും മരിക്കുമെന്ന് അറിഞ്ഞിട്ടും അയാൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഹെക്ടർ പറയുന്നത് ഇങ്ങനെയാണ്. ഹി സേസ്, ഹെക്ടർ പറയുന്നു. അപ്പൊ നോക്കൂ, ഇനി ഹെക്ടർ പറയുന്നത് ഇതിനെക്കുറിച്ച്, യുദ്ധത്തിൽ നിന്നും ഓടിപ്പോരുന്നതിനെ കുറിച്ച് ഹെക്ടർ പറയുന്നത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു യൂണിറ്റ് 2.4 അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റും സെക്ഷൻ 2.4 രണ്ടാമത്തെ യൂണിറ്റിലെ 2.4 രണ്ടാമത്തെ യൂണിറ്റും അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് തീർക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാനതിന് റിപ്ലൈ നൽകാം. അതിനെല്ലാം ഉപരിയായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ, ആളുകളിലേക്കൊക്കെ ഒന്ന് ലഭിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം. കാരണം ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇപ്പം എന്തായി കഴിഞ്ഞാലും അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരു അത്യാവശ്യം അതിലെ ഒരു വ്യൂവേഴ്സ്, കാരണം വളരെ കുറച്ച് വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, കാരണം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണല്ലോ. അപ്പോൾ അതിന് അത്യാവശ്യം ആളുകളിലേക്ക് ഒന്ന് വ്യൂവേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി, റെക്കമെൻഡേഷൻ കിട്ടുന്നതിന് വേണ്ടി അത്യാവശ്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.